മാഷാമാരെ രാവിലെ തന്നെ പഴങ്കഞ്ഞി കുടിച്ചത് നമ്മളോട് മുതലാളി വെച്ച് ഇതിന്റെ ദീർഘത്തിലേക്ക് ഗ്ലാസ് വെച്ച് പിടിപ്പിച്ചിരുന്നു. സ്റ്റെപ്പൊക്കെ അടിച്ച് ഞങ്ങളുടെ പൈൻ വുഡ് ആയതുകൊണ്ടാണ്. അപ്പോൾ പൈൻ വുഡിൽ നമുക്ക് പിടിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ 8mm ബോൾട്ട് നമ്മുടെ പ്ലേറ്റിൽ വെച്ച് വെൽഡ് ചെയ്തതാണ്. അപ്പോൾ നമ്മുടെ പോയിന്റ് ഷെഡ് പറയുന്ന പറഞ്ഞ ബ്രാൻഡാണ് ഉപയോഗിച്ചേക്കണം. അപ്പോൾ നമ്മുടെ പറവൂരുള്ള കടയിലുള്ള പോയിന്റ് ഷെഡ് എല്ലാത്തിനും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതായത് സ്റ്റെപ്പിന് എല്ലാത്തിനും അല്ല, അതായത് നമ്മൾ നെറ്റ് വെച്ച് വെൽഡ് ചെയ്യണോണ്ട് പരമ സ്ട്രോങ് ആണ്. അതുകൊണ്ട് നമ്മൾ ഇടക്കിടക്കാണ്ട് അടിച്ചേക്കണം. അപ്പോൾ ഈ ഇരിക്കുന്ന രണ്ട് ചുരുക്കന്മാർ ചുരുണ്ടുകൂടി ഇന്ന് കട്ട് ചെയ്യണത് നമ്മുടെ ബൈക്കിന്റെ ഹാലിലാട്ടോ. അത് നമ്മൾ ഇത്തിരി പ്ലേ ഉള്ളതുകൊണ്ടാണ് അത് ഇട്ട് കൊടുക്കുക. കാരണം 8mm ഗ്ലാസ് ആണ് നമ്മൾ ഉപയോഗിച്ചേക്കണം. 3 മീറ്റർ നീളമുള്ള 8mm ഗ്ലാസ് വെച്ച് പിടിപ്പിച്ചളയാം. അപ്പോൾ നമ്മൾ ബോൾട്ട് വെച്ച് അടിച്ചേക്കണോണ്ട് നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കോട്ടാ. ഇളക്കവും കിളക്കമൊന്നുമില്ല. അപ്പോൾ നമ്മൾ മരത്തിന്റെ സ്റ്റെപ്പൊക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ ഇതേപോലെ ബോൾട്ട് വെച്ച് അടിച്ച് ചെയ്യണായിട്ടല്ല. അപ്പോൾ നല്ല ഡബിൾ സ്ട്രോങ് ആയിരിക്കുള്ളൂ. മരം കുറേ നാൾ കഴിയുമ്പോൾ അതിന്റെ സ്ട്രെങ്ത് പോകും. എന്നാ പിന്നെ ആശാമനെ ഇതോടെ വെറുതെ ഇരുന്നോട്ടെ. അപ്പോൾ 8mm ടെമ്പറേച്ചർ ഗ്ലാസ് വെച്ച് പിടിപ്പിച്ച് കളയാം. അപ്പോൾ അതിന്റെ ടെപ്പ് എടുത്ത് വെച്ച് പിരിച്ചിട്ട് കളയാം. എന്നാ പിന്നെ ഇതുകൂടെ വെറുതെ ഇരുന്നോട്ടെ. 3 ഇഞ്ച് വീലെടുത്തിട്ട് ടൈലേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അത് രാവിലെ പോയിട്ട് മില്ലുകാരൻ്റെ തെരീക്കിട്ട് അവിടെ നിന്ന് മേടിച്ച മരക്കഷ്ണം ഉണ്ടാകും. അതായത് തേക്കിൻ്റെ മരക്കഷ്ണമാണ്. അപ്പോൾ അത് നമ്മൾ മില്ലിൽ നിന്ന് മേടിക്കുമ്പോൾ നമുക്ക് റേറ്റ് ഇതിന് കുറഞ്ഞാൽ കിട്ടുന്നത്. അപ്പോൾ 1.25 സ്ക്വയർ ഉണ്ടാകും എടുത്തേക്കണം. അതേപോലെ റൂട്ട് 8mm ഗ്ലാസ്സിൽ 10mm റൂട്ടാണ് അടിച്ചേക്കണം. ഉണക്കവാളെന്നുള്ള സ്ക്രൂ ഉണ്ടാവും അടിച്ചേരിക്കണം. ഡ്രൈ വാള് ജോയിന്റുകൾക്ക് അതേപോലെ സ്ലോ സെറ്റിംഗ് കറോണ്ടിട്ട് നമുക്ക് ഈച്ചിട്ടുണ്ടാവും. എന്നിട്ടാണ് നമ്മൾ സ്ക്രൂ അടിച്ചേരുന്നത്. 2 ഇഞ്ച് നീളമുള്ള ഉണക്കവാൾ സ്ക്രൂ വെച്ച് പിടിപ്പിച്ചളയാം. ആശാമാരെ നമുക്കിടയ്ക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സഹായിക്കണേ. അപ്പോൾ ആശാമാരെ നമ്മൾ മരം കെട്ടിയതൊക്കെ നമ്മുടെ ഇരുമ്പ് കെട്ടിയുടെ വീലിൽ കൊണ്ട് തന്നെ ഇട്ടാം. അതേപോലെ തന്നെ സ്ക്രൂ ഒക്കെ അടിച്ചിട്ട് നമ്മളൊരു ഇച്ചിരി കുഴിച്ചിറക്കും കേട്ടോ. അപ്പോൾ നമുക്ക് പോളിഷ് ചെയ്യുമ്പോഴൊക്കെ നല്ല കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ അതേപോലെ നമ്മൾ ജോയിന്റുകളൊക്കെ നമ്മൾ പേപ്പർ അടിച്ച് കളഞ്ഞ് അങ്ങനെ സ്മൂത്തായി കളയും. അപ്പോൾ ആശാമാരെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം.